ഏതൊരു സ്ഥലത്ത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അവിടുത്തെ ഊർജവും നമ്മളെ ഊർജമായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. ശരിക്കും ഈസ്റ്റ് എന്ന് പറഞ്ഞ ദിശ ഇല്ല, അങ്ങനെ ഒരു ദിശ എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. സൂര്യൻ ഉദിക്കുന്ന ദിശേനെ നമ്മൾ കിഴക്കായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ട് കിഴക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഏത് വാടക വീട് എടുക്കുന്നതായിരിക്കും നല്ലത്? അതാണ്, അങ്ങനെയാണ് അത് നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പ്രോപ്പർലി വാസ്തുപ്രകാരം കറക്റ്റായിട്ടാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാം. 11 മാസം മതി സ്വന്തമായിട്ട് വീടെടുത്ത് പോകാൻ പറ്റും. റിയലി പറ്റും, അത് പറ്റും. അത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള വീടാണോ അതിൽ നിന്ന് കിട്ടും. അത് വീട് വാടകയ്ക്ക് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ വീട് വാടകയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മള് അതിന് പൈസ കിട്ടല് മാത്രമല്ല. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഡോക്ടർ നിശാന്ത് തോപ്പിൽ സാറാണ്. നമസ്കാരം. 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 അതെ, അപ്പോൾ നമ്മൾ വീട് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലം നോക്കുമ്പോഴുള്ള വാസ്തുവിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോൾ പുതിയ വാടക വീടുകൾ നോക്കുന്ന ആൾക്കാരാണ്, ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ വാടക വീടുകൾ. അപ്പോൾ ഇങ്ങനെ വാടകയ്ക്ക് വീടെടുക്കാൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാടക വീട്ടിന്റെ വാസ്തു നോക്കണോ എന്താണ് ചെയ്യേണ്ടത്? വെരി ഗുഡ്, ഗുഡ് ടോപ്പിക്, നല്ല സബ്ജക്റ്റ് ആയിട്ട്. അത് ഈ വാടക വീടിന് 2 കാര്യമാണുള്ളത്. ഒന്ന്, നമ്മൾ കരുതും വാടക വീടല്ല അതിനെ വാസ്തു നോക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ നമ്മൾ ഉണർവോടുകൂടി ഇരിക്കുക, ഉറങ്ങിക്കഴിഞ്ഞാലോ ഒരു ബോധമില്ല. ഇത് വാടക വീട്ടിലാണെങ്കിലും ശരി, സ്വന്തം വീട്ടിലാണെങ്കിലും ശരി, ഇങ്ങനത്തെ അല്ലേ? അപ്പൊ വാസ്തു ബാധിക്കുന്നത് യഥാർത്ഥത്തില് നമ്മളെ ഉണ്ടാക്കിയത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. വീടൊക്കെ ഉണ്ടാക്കിയത് അത് പഞ്ചഭൂതമാണ്. ഏതൊരു സ്ഥലത്ത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അവിടുത്തെ ഊർജവും നമ്മളെ ഊർജമായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. അതായത് നമ്മളിപ്പോ ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കാലോ, വളരെ ഹാപ്പി അല്ലേ? പോലീസ് സ്റ്റേഷനിലാണെങ്കിലോ അല്ലേ, വേഗം എണീച്ച് വരാൻ തോന്നുന്നു അല്ലേ? അതായത് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ അധികം നേരമൊന്നും ഇല്ല, പക്ഷെ നമുക്ക് അവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പൊ നമ്മളൊരു അമ്പലത്തിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പള്ളിയിൽ ഇരിക്കുക, സ്വസ്ഥമാണ്. സമയത്ത് മീൻ മാർക്കറ്റിൽ ഇരിക്കുകയാണെങ്കിലോ അതാണ്. അതായത് ഈ അന്തരീക്ഷത്തിലുള്ള ആ ഊർജം അത് നമ്മളെ സ്വാധീനിക്കും. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ വാടക വീടാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാടക വീടിൻ്റെ കർമ്മം 2 പേരെ ബാധിക്കും. ഒന്ന്, ആരാണോ വാടകയ്ക്ക് താമസിക്കണത് അയാളെയും, പിന്നെ ആരതാണോ ഈ വീട് അയാളെയും, അതായത് ഉടമസ്ഥനെയും ഇത് ബാധിക്കും. 2 പേരെയും അത് ബാധിക്കും. അപ്പോൾ വാടക വീടിൻ്റെ വാസ്തു നമ്മളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരു 6 മാസത്തിൽ കൂടുതൽ നമ്മളൊരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അതേ സ്ഥലത്താണ് നമ്മൾ സ്ഥിരമായിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പൊ നമ്മളെ ഊർജവും അവിടുത്തെ ഊർജമായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. അപ്പൊ നമ്മളത് സ്വാധീനിക്കും. ഇപ്പോ സാധാരണ ഒരു കരാർ എഴുതുക 11 മാസത്തേക്ക് അല്ലേ? 11 മാസത്തെ കരാറാണ്. അപ്പൊ ഈ 11 മാസം കൊണ്ട് നമുക്ക് ഉയരുകയും ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയാ കുത്തുവാള എടുക്കുകയും ചെയ്യാം. ഇതിന് ഏത് വീട്ടിലാണ് താമസിക്കണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിലും വാസ്തുവിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യണോ നല്ല റിസൾട്ട് വരും. ഇനി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത്രയല്ലേ ഉള്ളൂ സാർ എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും മതി നമ്മളെ ലൈഫ് മാറാൻ. ഗുഡ്. അപ്പൊ അതിന് നമുക്ക് ഇപ്പോ എന്താ പറയാ, അല്ലെങ്കിലും ഇന്റെ ഇതിൽ പൊളിച്ചു മാറ്റലൊന്നും ഇല്ല കേട്ടോ. അല്ല, സാധാരണ ഇപ്പൊ വാടക വീട്ടിലായ നമുക്ക് മാറ്റി ശരിയാക്കാനൊന്നും പറ്റില്ല. അതാണ് പറ്റില്ല. ഒരു കലണ്ടർ വെക്കണം എന്ന് വിചാരിച്ചാൽ പോലും കഴിയില്ല. കാരണം അത് ഇപ്പൊ താഴെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉടമ, എന്താ അവിടെ ഒരു ഒച്ച അല്ലേ? അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതൊന്നും അല്ലാണ്ട് തന്നെ ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഊർജത്തിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഫസ്റ്റ് ടൈം നമ്മൾ ആ വീട് കാണാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എടുക്കുന്നതിന് മുൻപ് ആ വീട് ഫിക്സ് ചെയ്യുന്നതിന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കേട്ടോ. ഒന്നുമില്ല, അത് കുറെ വീടുകളൊന്നും വാടകയ്ക്ക് പോകണ്ട ഇപ്പൊ, അതാണ് പ്രശ്നം. അപ്പൊ അവരൊക്കെ കൂടി ഇന്നിട്ട് എടുത്ത് പെരുമാറൂലേ. എന്നിരുന്നാലും ഞാൻ പറയാം, സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഊർജം വരുന്ന ദിശയിലുള്ള വീടാണെങ്കിൽ നല്ലതാണ്. ഊർജം വരുന്ന ദിശ എന്ന് പറഞ്ഞാൽ സൂര്യൻ എവിടെയാ ഉദിക്കുന്നത്? ഈസ്റ്റിൽ. അത് എന്തുകൊണ്ടാണ് കിഴക്ക് ഉദിക്കുന്നത്? കാരണം ഭൂമി പടിഞ്ഞാറുന്ന് കിഴക്കോട്ടേക്കാണ് തിരിയുന്നത്. ക്ലിയർ? ശരിക്കും ഈസ്റ്റ് എന്ന് പറഞ്ഞ ദിശ ഇല്ല, അങ്ങനെ ഒരു ദിശ എവിടെ എഴുതി വെച്ചിട്ടൊന്നും ഇല്ല. സൂര്യൻ ഉദിക്കുന്ന ദിശേനെ നമ്മൾ കിഴക്കായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ട് കിഴക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാരണം ഭൂമി പടിഞ്ഞാറുന്ന് കിഴക്കോട്ടേക്കാണ് തിരിയുന്നത്. അപ്പോൾ എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ അതിങ്ങനെ തിരിയുമ്പോൾ എന്താവും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സൂര്യൻ പൊന്തി വരും. അപ്പൊ ഇതിനെ നമുക്ക് ഇൻകം എന്ന് പറയാം. ഇൻകം എന്ന് പറയാം. അപ്പൊ ഇനി സൂര്യൻ അസ്തമിക്കണു, അതെവിടെയാ?
പടിഞ്ഞാറ് അല്ലേ? കോഴിക്കോടൊക്കെ അങ്ങനെയാട്ടാ, ഞങ്ങളാട്ടിലും അങ്ങനെയല്ലേ? ഇവിടെ തന്നെയല്ലേ? അപ്പൊ അവിടെ അസ്തമിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഉദിക്കുക എന്ന് പറയുന്നത് ഉദയാണ് ഇങ്കുക. അപ്പൊ അസ്തമനം എന്ന് പറയുന്നത് എക്സ്പെൻസാ. അപ്പൊ ഏത് വാടക വീട് എടുക്കുന്നതായിരിക്കും നല്ലത്? ഇത് ഈസ്റ്റിലുള്ള അതാണ്, അങ്ങനെയാണ് അത് നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈസ്റ്റ് ഫേസിങ് വളരെ നല്ലതാണ്. ഇനിയിപ്പോ കുറച്ചുകൂടി സമ്പന്നനാണെങ്കിൽ നോർത്ത് ഫേസിങ്ങും നല്ലതാണ്. വെറും ഒരു വടക്കോട്ട്, ഇനിയിപ്പോ വടക്കോട്ട് മുകളിലുള്ള വീടുകാരൊക്കെ ഇനി വാടക കൂട്ടിട്ടോ, ഞാൻ അതൊന്നും ഇതിൽ പറയാത്തത്. അല്ല, സത്യം പറയാ, ഈ വീട് വാടകയ്ക്കായാലും ശരി സ്വന്തമായാലും ശരി പ്രോപ്പർലി വാസ്തുപ്രകാരം കറക്റ്റായിട്ടാണെങ്കിൽ അതിന് രക്ഷപ്പെടാം. 11 മാസം മതി സ്വന്തമായിട്ട് വീടെടുത്ത് പോകാൻ പറ്റും. റിയലി പറ്റും, അത് പറ്റും. അത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള വീടാണോ അതിൽ നിന്ന് കിട്ടും. അത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നതും ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയല്ല എങ്കിൽ സങ്കടപ്പെടുകയൊന്നും വേണ്ട, അതിനുള്ള ചില റെമഡീസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വെച്ച് അതിനെ കറക്റ്റ് ചെയ്ത് എടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ഒട്ടാകെ വീടും തകരാറിലാണ്, എന്നാലും നമ്മളൊരു ബെഡ്റൂം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റ് ചെയ്താലും നമുക്ക് റിസൾട്ട് വരും. ഇപ്പോൾ വാടക വീട് എന്ന് പറഞ്ഞ തള്ളണ്ട, അതൊന്നും നമ്മളെ ലൈഫിലേക്ക് ഒരു വഴിത്തിരിവായി വരും അത്. അതെ. അപ്പോൾ നമ്മൾ ഈ ഫർണിഷ്ഡ് വീടുകൾ എടുക്കുമല്ലോ, അപ്പൊ അതിനുള്ളിൽ ഫർണിച്ചറുകൾ, ആരോ ഉപയോഗിച്ച കട്ടിലുകൾ, ആരോ ഉപയോഗിച്ച കസേരകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, ആരോ ഇരുന്ന സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ബസ്സിൽ നമ്മൾ ഇരുന്നുകൊണ്ട് വരുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ അതൊക്കെ ഉണ്ടാവും. എന്താ പറയാ, എന്താണ് നമ്മളെ ഈ ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞ, പണ്ട് നിന്റെ ഒന്നല്ല, ഒന്നും നിന്റെതല്ല, നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ല, അതേമാതിരി തന്നെ പണ്ടാരോ ഉപയോഗിച്ചു, ഇന്ന് ഞാൻ ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. ഒക്കെ റീപ്ലേസ്മെന്റേ ഉള്ളൂ. പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഊർജം നല്ലതാകുക എന്നാ. അപ്പോൾ പഴയ ആൾ ഉപയോഗിച്ചു ഓക്കെയാണ്. അപ്പൊ അവിടെ അയാളുടെ ആ ഊർജം, ആ വൈബ്രേഷനും മാറ്റാൻ ചില ശുദ്ധീകരണ നടപടികൾ സ്വീകരിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, രോഹിത്ജീൻ്റെ അടുത്ത് സംസാരിച്ചപ്പം പറഞ്ഞിരുന്നു, അതായത് 2 അവസ്ഥയുണ്ട്. ഒരു സൂക്ഷ്മം എന്ന് പറയും, 2 സ്ഥൂലം എന്ന് പറയും. സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇപ്പോൾ വാടക വീട് ഇത് കാണാൻ പറ്റുന്നതാണ്, തൊടാൻ പറ്റുന്നതാണ്, ഇതൊക്കെയാണ്. അതിനെ നമുക്ക് സ്ഥൂലം എന്ന് പറയാം. 2 അവിടെയുള്ള ഒരു എനർജി, അവിടെയുള്ള ഒരു വൈബ്രേഷൻ, നമ്മളെ അവിടെ ഒരു ഫീല് വരുന്നില്ലടാ, പറയില്ലേ നമ്മള്. ഈ ഫീല് എന്ന് പറയുന്ന സാധനമാണ് അതിന്റെ സൂക്ഷ്മം. അപ്പൊ സൂക്ഷ്മ വശങ്ങളിൽ അത് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരുപാട് നല്ല എനർജി കിട്ടും, ഒരുപാട് സന്തോഷം വരും, ഒരുപാട് സമൃദ്ധി ഉണ്ടാവും. അപ്പോൾ വാടക വീടാണെങ്കിൽ ഗുഡ് ഫീൽ എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ ഇതാക്കേണ്ടത്. അപ്പോൾ ഗുഡ് ഫീലിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, നന്നായിട്ട് പെയിന്റ് അടിച്ച് വെച്ചു, നല്ല സുന്ദരിക്കുട്ടിയാക്കി വെച്ചാൽ മാത്രം പോരാ, അത് വാസ്തുപ്രകാരം പ്രോപ്പർലി അലൈൻഡ് ആണോ, അവിടെ താമസിച്ചാൽ തന്നെ 11 മാസമായാലും ശരി അയാൾക്ക് പുതിയൊരു വീട് വെച്ച് താമസിച്ച് പോകാൻ പറ്റും. അതെ. അപ്പോൾ ഈ പറഞ്ഞ ഒരു വാടക വീട്ടിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വാസ്തു കറക്റ്റ് ചെയ്താൽ മാറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, വാടക വീട്ടില് എൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതായത് ഈ താമസക്കാരനെക്കാട്ടി ഉപരി അതിൻ്റെ ഉടമസ്ഥക്കാണ് അതിന് കൂടുതൽ പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ അയാളെ ഫാമിലീൻ്റെ പ്രോപ്പർട്ടിയാണ്, അല്ല ഇതാണ്. അപ്പം പറയാ ഞങ്ങൾ അവിടെ ഒന്നും താമസിക്കില്ലല്ലോ, പിന്നെന്താ. പക്ഷേ ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ പൈസ ആരുടെ അടുത്തേക്കാണ് പോവുക? ഓണറിൻ്റെ അടുത്തേക്ക് പോയത്. അതായത് അയാളുടെ കർമ്മം ഈ പ്രോപ്പർട്ടി ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കർമ്മത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇയാളെയും ബാധിക്കും. അതാണ് ഒരു വാടക വീട് 2 പേരെയെ ബാധിക്കുക. 1 വീട്ടുകാരനെ, 2 ആരാണോ അതിൻ്റെ പ്രോപ്പർട്ടി ഓണർ അവരെയും ബാധിക്കും. അപ്പം ഇവിടെ നമ്മൾ പെർമനൻ്റ്ലി ഉള്ള സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ റെന്റിന് വരുന്ന ആളെക്കാട്ടിയും ഗുണം അതിൻ്റെ ഉടമസ്ഥനാ. പക്ഷേ അതിനിപ്പോൾ വേണ്ടി അത്രയൊന്നും പൈസ ഒന്നും ചിലവാക്കിക്കൂടാ. ഓക്കെ, വേണ്ട. കാരണം നമ്മളിപ്പോൾ റെന്റൊക്കെ മേടിക്കുന്നുണ്ടാവും, പക്ഷേ ഈ റെന്റ് മേടിക്കുന്ന നമ്മളെ ഉപയോഗത്തിന് എത്തിയിട്ടില്ലെങ്കിലോ, അതെ, അത് നേരെ ആശുപത്രിയിലേക്കാണെങ്കിലോ. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നേച്ചറിനൊരു ഋത്തമുണ്ട്, നമ്മൾക്കും ഒരു ഋത്തമുണ്ട്. ഈ നമ്മളെ ഋത്തവും നേച്ചറിന്റെ ഋത്തത്തിന്റെ ഇടയിലുള്ള ഒരു പാലം, ഇതാണ് നമ്മളുടെ വാടക വീട് അല്ലെങ്കിൽ വാടകയ്ക്കുള്ള സ്ഥാപനം. തൊഴിൽ ശാലയാണ് ഇങ്ങനെ തന്നെയാട്ടോ. അപ്പോൾ റെന്റ് അഗ്രിമെന്റ് എഴുതിയിട്ടാണ് എല്ലാവരും ഇത് നടത്തുക, അതിലും ഇത് വാടകയ്ക്ക് തന്നെയാണ്. അപ്പോൾ അതിന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഒരു അലൈൻമെന്റ് ഉണ്ട് നാച്ചുറലി ഉള്ളത്, അത് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യും. അതെ. ഇപ്പൊ ഈ ഓണോസ് ഒക്കെ ഈ ബാച്ചിലേഴ്സിന് വീട് കൊടുക്കാത്തതിന്റെ കാരണം ഇതാണോ? അല്ല, അത് വേറെയും കാരണമാണ് കേട്ടാ. അത് ഇത് മാത്രമല്ല, ബാച്ചിലർ വീട് നോക്കുന്നത് ഒരു കുടുംബം
ആയിട്ട് എന്താ പറയുക ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു കുടുംബം നാഥൻ വീട് നോക്കുന്നതും രണ്ടാ. ബാച്ചിലറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായില്ല, വെറുതെ അത് വാരി വലിച്ചിട്ടു ഹൂഹി എന്നുള്ള അതിലായിരിക്കും. നേരെ മറിച്ച് ഒരു കുടുംബമാണ് വീട് വെക്കുന്നെങ്കിലോ അത് എല്ലാ ദിവസം കഴുകി വൃത്തിയാക്കി പ്രോപ്പർലി ഇതാക്കി ഓരോന്നും പ്ലേസ് ചെയ്ത് ഇങ്ങനെയൊക്കെയാ പോവുക. പക്ഷെ ബാച്ചിലേഴ്സിന് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പൊ ആ തരത്തിലായിരിക്കണം എന്ത് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ബാച്ചിലേഴ്സ് ഇപ്പൊ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഏതെങ്കിലും ബാച്ചിലർക്ക് വൃത്തിയേടാക്കാൻ തോന്നുമോ? ഇല്ല. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഏതെങ്കിലും ബാച്ചിലർ പോയിട്ട് അവിടെ വൃത്തിയേടാക്കും. അതാണ് നമ്മൾ എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് അതുമാതിരിയായിരിക്കും നമുക്ക് റിസൾട്ട്. അത് ബാച്ചിലർ ആയാലും ശരി, കുടുംബസ്ഥനായിട്ട് ഗൃഹസ്ഥാശ്രമി ആയാലും ശരി, ഒക്കെ അത് തന്നെയാണ് വരും. അതെ. അപ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ വീട് വാടകയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മള് അതിൽ നിന്ന് പൈസ കിട്ടല് മാത്രമല്ല, അതെന്താണെന്ന് വെച്ചാൽ അതിന്ന് ഒരു കെട്ടിടം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിനും നമ്മളെ കുടുംബത്തിനും ഒക്കെ സ്വാധീനിക്കുന്നത്. വെറുതെ റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് താണ ടൈൽസ് ഒക്കെ എടുത്തിട്ട് ഇതാക്കിയിട്ടിട്ട് അതൊന്നുമല്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിന്റെ വൈബ്രേഷനും അങ്ങനെ തന്നെ ആയിരിക്കും. അതെ, ചിലര് ബിൽഡർ ഫ്ലോർസ് മറ്റേ ടെറസിലെ ഷീറ്റ് ഇട്ടിട്ട് ഫ്ലോർ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കാ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു എന്താ മര്യാദയോടുകൂടി എന്താ അത് അവർ നമ്മളൊരു അതിഥിയായിട്ട് ഒരു വർഷം നമ്മളെ കൂടെ കൂടാൻ പോവുകയാണ്. അപ്പോൾ ആ ആതിഥ്യ മര്യാദയോട് കൂടിയിട്ട് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിലോ അപ്പൊ അതിൽ നിന്നുള്ള വൈബ്രേഷൻ നന്നാവും. അപ്പൊ അവിടെ അങ്ങനെയുള്ള ആളുകളും അവിടെ താമസിക്കാൻ വരും. എല്ലാത്തിലും നമ്മൾ കാണാത്ത ഇങ്ങനെ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് കേട്ടോ. ഈ ഫീൽ എന്ന് പറയുന്ന ആ സാധനം, ആ വൈബ്രേഷൻ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യം നമ്മളിൽ തന്നെയാണ് തുടങ്ങുന്നത്. നമ്മളിലുള്ള ഇഷ്ടം പിന്നെ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ, കൊടുക്കുന്നത് നല്ല രീതിയിൽ കൊടുക്കണം, ഭംഗിയിൽ കൊടുക്കണം. ആ ഒരു സാധനത്തിലാണ് നമുക്ക് അതിൽ നിന്നുള്ള പ്രപഞ്ചവും നമ്മളായിട്ട് ലിങ്ക് ആകണത്. അപ്പോൾ വാടകയ്ക്കാണ് കൊടുക്കുന്നതെങ്കിലും അയാൾ ഒരു വർഷം എൻ്റെ അതിഥിയായിട്ട് താമസിക്കാൻ പോവുകയാണ് ഇവിടെ. അപ്പൊ അയാൾക്ക് നല്ലൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോഴോ ഓണറിന് അതിന്റെ സമൃദ്ധി ഉണ്ടാകും. സമൃദ്ധി ഉണ്ടാവും. കൂടാതെ ഈ വീട്ടുകാരനും എപ്പോഴും എങ്ങനെയായിരിക്കും, പിന്നെ അയാള് റെന്റ് തരാപ്പല്ല സാറെന്നൊന്നും പറയില്ല. കാരണം അത്രയും ഇതോടുകൂടിയാകുമ്പോ അതേപോലെ തന്നെ തിരിച്ചും വരും. അതെ, ഈ സ്വന്തമായി വീട് വെക്കുന്നതിന് മുന്നേ ചിലർ നമ്മൾ പറയുമല്ലോ എത്ര വാടക വീട് മാറി, ഓരോ വർഷവും വീടിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ശരിക്കും ഈ പോകുന്ന വീടുകളുടെ പ്രശ്നമാണോ അതോ വ്യക്തികളുടെ പ്രശ്നമാണോ? യഥാർത്ഥത്തിൽ വ്യക്തിനെ ഫോം ചെയ്യുന്നത് വീടാ. അതെന്ന് പറഞ്ഞാല് ബേസ് എന്ന് പറയുന്നതാണോ? ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, നമ്മള് പറയില്ലേ നല്ല മനസ്സുണ്ടാകുക നല്ല ശരീരത്തിലാണ്. നല്ല ശരീരം ഉണ്ടാകുക നല്ല ചുറ്റുപാട്. അതായത് ചുറ്റുപാടാണ് യഥാർത്ഥത്തിൽ നല്ല ശരീരവും നല്ല മനസ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ വീട് മാറി മാറി പോണത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുമ്പോ ഒക്കെ വാസ്തുവിലേക്കാണ് കേട്ടോ ഇതില്. പക്ഷെ എനിക്കവിടെ സ്വാധീനമുണ്ട്, എനിക്ക് വേണം അതിനെ മാറ്റിമറിക്കാൻ പറ്റും കേട്ടോ. അതായത് എന്ന് പറഞ്ഞാൽ എന്താ ഹ്യൂമൻ സിസ്റ്റത്തിന് മാത്രം ഒരു ഇതുണ്ട്, സാക്ഷാ പ്രതിഹതാശക്തി എന്ന് പറയും. അതായത് ഒഴുക്കിനെതിരെ നീന്താനുള്ളൊരു ശേഷിയുണ്ട് ഈ സിസ്റ്റത്തിന്. അതായത് മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാ. അതായത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സാഹചര്യമാണെങ്കിലും എനിക്ക് വേണമെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതായത് ആ ഒഴുക്കിനെതിരെ നീന്താനുള്ളൊരു കഴിവുണ്ട്. അപ്പൊ ആ ഒരു കഴിവ് കൊണ്ട് നമ്മൾക്ക് എന്താണോ പോസിറ്റീവ് അത് എന്തിൽ നിന്നും ആക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ വാടകയ്ക്കുള്ള വീടാണ് അന്ന് വെച്ചിട്ട് നമ്മൾ ടെൻഷനൊന്നും അടിക്കണ്ട, നോട്ട് ആൻ ഇഷ്യൂ. അപ്പൊ അതിൽ നിന്ന് പോലും നമുക്കതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന് നമുക്കതിൽ നിന്നൊരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും.